ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒരു ശനിയാഴ്ച ദിവസമാണ്. കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെൻഡിങ്ങിലിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരു മാസമൊക്കെ ആയിട്ടോ നമ്മൾ അന്ന് ആ കോൾഡൊക്കെ വന്നതിന് ശേഷം നമ്മുടെ സൗണ്ടൊക്കെ മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഒന്നും വോയിസ് പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇത്തിരി പെൻഡിങ് ആയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കനൊക്കെ നേരത്തെ തന്നെ കഴുകി കട്ട് ചെയ്തിട്ട് വെള്ളം വാരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം വാരാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വേണ്ട പൊടികളൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മളാണെങ്കിൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂണ്. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരു 1.5 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി ഉണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതല്ലെങ്കിൽ കാശ്മീരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും കുഴപ്പമില്ല. കുറച്ച് കളറൊക്കെ കിട്ടാനാണെന്നുണ്ടെങ്കിൽ കാശ്മീരി ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നാരങ്ങ നീരും എടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും നമ്മൾ കുരു കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൺഫ്ലവർ വേണം ചിക്കനിലൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട്. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് പൊടികളും എല്ലാതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ നല്ല ചിക്കനിൽ ഒന്ന് തേച്ച് പിടിക്കുന്നത് വരെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ചേർത്ത് പിടിപ്പിക്കുക. പിന്നെ നന്നായി ചേർത്ത് പിടിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് പെട്ടെന്ന് ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ, നമ്മൾക്ക് തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ എന്തായാലും വെക്കണം. അതല്ല കുറച്ചധികം സമയമൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മളങ്ങനെ മാറ്റി വയ്ക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു അരമണിക്കൂറൊക്കെ തന്നെ വയ്ക്കുന്നുള്ളൂ. ചിക്കനൊക്കെ അങ്ങനെ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5-6 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ ചുവന്നുള്ളിയാണ്. ചെറിയ ചുവന്നുള്ളി അതാണെങ്കിൽ നന്നാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എപ്പോഴും ചെറിയ ചുവന്നുള്ളി തന്നെ എടുക്കാൻ നോക്കുക. സവാള എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ എപ്പോഴും ചെറിയ ചുവന്നുള്ളി തന്നെയാണ് എടുക്കേണ്ടത്. ഒരു 30-40 അല്ലിയൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് മുളകും പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെയെല്ലാം അത് അവിടെ എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ പാനൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് നന്നായി കുക്കാക്കിയിട്ട് എടുക്കുക. ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം നമ്മളങ്ങനെ വെളിച്ചെണ്ണയിൽ കോരി എടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ മസാല ചേർത്തിട്ടുള്ള ചിക്കന് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് മൂപ്പിച്ച് പാകമായി വരുമ്പോൾ നമ്മളതെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നീട് നമ്മൾ ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമുളക് അതും വേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ചെറുതായി ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമ്മളത് അങ്ങനെ കോരി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചുവന്നുള്ളി അതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക.
നമ്മുടെ അടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കനലുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്. നമ്മുടെ ചെറിയ ഉരുളി എടുത്തിട്ട് അതിൽ വെക്കുകയാണ്. പെട്ടെന്നാവും ചെയ്യും. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ അതിൽ കിടന്ന് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നിങ്ങനെ മൂത്ത് വരുന്ന ടൈമിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ് ചതച്ച് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ പൊടികളായിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി 1 ടേബിൾ സ്പൂണ്, നമ്മുടെ ഉണക്കമുളക് ചതച്ചതും ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തീ കത്തുകയാണെങ്കിലൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഒന്ന് ചെറിയ ചൂടിൽ അത് പൊടികളും ഒന്നങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊടികളെല്ലാം കൂടി മിക്സാക്കി ചേർത്ത് എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് കുറുകി വരുന്ന വരെ ഒന്ന് കത്തിക്കുക. നന്നായിട്ടൊന്ന് തിള വരുന്ന വരെ ഒന്ന് നമ്മളത് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ ഉണക്കമുളകും വേപ്പിലയും കൂടി, നേരത്തെ നമ്മൾ വെളിച്ചെണ്ണയിൽ കോരിയെടുത്ത ഉണക്കമുളകും വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ എല്ലാതും കൂടിയിട്ടൊന്ന് അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടിയിട്ട് അടിപൊളി ടേസ്റ്റിലാണ്. നമ്മൾ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചപ്പാത്തി, ചോറിൻ്റെ കൂടെയും പൊറാട്ട, പത്തിരി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.